2025 സ്വീകരിക്കുകയാണ്. ഒരു പുതുവർഷം എന്നാണ് നാടോടുമ്പോ നടുവേ ഓടുന്ന നമുക്ക് ഒരു പുതുവർഷമായി മനസ്സിലാക്കാൻ കഴിയുക. ഇത് പൊതുസമൂഹം എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് എനിക്കറിയില്ല. പക്ഷേ മതപരമായി ഒരു പുതുവർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം 1-നാണ്. മുഹറം 1-നാണ് ഒരു പുതുവർഷ പുലരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ചാന്ദ്രിക മാസം അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു പെണ്ണ് ഇരിക്കേണ്ടതുപോലും 4 മാസം 10 ദിവസം ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവ ഇരിക്കേണ്ടത് ചാന്ദ്രിക മാസം അനുസരിച്ചാണ്, അല്ലാതെ ഇംഗ്ലീഷ് മാസം നോക്കിയിട്ടല്ല. അപ്പൊ എങ്ങനെയായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവർഷം എന്ന് പറയുന്നത് മുഹറം 1-നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാനുവരി 1 എന്ന് പരക്കെ അങ്ങനെ ഒരു ശൈലിയിലായി അതൊക്കെ പലപ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ പുതുവർഷം എന്നായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഇംഗ്ലീഷ് മാസത്തിൽ തന്നെ പുതുവർഷം എന്നായിരുന്നു. ആ ചരിത്രം അറിയോ? അറിയോ? എന്നിട്ടാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുതുവർഷം എന്ന് പറയുന്ന സാമ്പത്തിക വർഷം മാർച്ചാണ് സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷം മാർച്ചാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ അവസാന മാർച്ച് മാസവും ഏപ്രിൽ 1-ാം തീയതിയാണ് പുതുവത്സരമായി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ആ ഏപ്രിൽ 1 എന്നുള്ളത് ജനുവരി 1-ലേക്ക് മാറ്റുകയും ഇതറിയാത്ത ഒരു സമൂഹം വീണ്ടും ഏപ്രിൽ 1-ാം തീയതി പുതുവർഷമാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നപ്പോ അവര് ഫൂളായി. അതുകൊണ്ടാണ് ഏപ്രിൽ ഫൂൾ ഉണ്ടായത്. അങ്ങനെയാണ് ഏപ്രിൽ 1-ാം തീയതി. ഇത് ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും ഉണ്ടെന്നൊന്നും ചോദിച്ചുകളയരുത്, ഞാൻ കുഴഞ്ഞു പോകും. ഇതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്ക് നന്നായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഏപ്രിൽ 1-ാം തീയതി ജനുവരി 1-ലേക്ക് പുതുവത്സരം മാറ്റി എന്ന വിവരമറിയാത്ത ചില വിവരമില്ലാത്ത ആളുകൾ ഏപ്രിൽ 1-ാം തീയതി പഴയതുപോലെ തന്നെ പുതുവത്സരം ആഘോഷിക്കുമ്പോ അവരെ ഒരു സമൂഹം ഫൂളാക്കിയത്രേ. അങ്ങനെയാണ് ഏപ്രിൽ ഫൂൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ സാമ്പത്തിക വർഷം ഇപ്പോഴും മാർച്ചിൽ തന്നെ നിൽക്കുകയാണ്. ജനുവരി 1 പുതുവർഷമായി ജനങ്ങൾ ആഘോഷിക്കുന്നത് കൊണ്ട്, ജനങ്ങളല്ല നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ കൂടുതൽ ആഘോഷിക്കുന്നത് കൊണ്ട് ജനുവരി 1-ാം തീയതി പുതുവത്സരമാണ് എന്ന ആ ഒരു ആംഗിളിൽ തന്നെ നമുക്കിന്ന് സംസാരിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് വൈകിപ്പോയ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. ഒരു വർഷം നമുക്ക് പിന്നിടുമ്പോൾ അത് മുഹറമാകട്ടെ, ജനുവരി ആകട്ടെ, ഏപ്രിൽ ആകട്ടെ, ഏത് ദിവസവുമാകട്ടെ, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താകണം? കഴിഞ്ഞുപോയ ഒരു വർഷത്തെക്കാൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെ എത്രത്തോളം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്ത എവിടെയാണോ അവസാനിച്ചത് അന്ന് മുതലാണ് സമുദായത്തിന്റെ അപജയം ആരംഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോയി. ആ അഭിമാനം വീണ്ടെടുക്കാൻ അവസരങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ആ സമ്പത്ത് വീണ്ടെടുക്കാൻ അവസരങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയി. ആ അധികാരം തിരിച്ചു പിടിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നേ ഒന്ന് ലോകത്തുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. എത്ര ദുആ ചെയ്താലും, എത്ര നോമ്പ് പിടിച്ചാലും, എത്ര സദഖ കൊടുത്തിട്ട് ദുആ ചെയ്താലും 2024 ഡിസംബർ മാസം 28-ന്റെ ഇശാ നിസ്കാരം ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? ഈ ലോകത്തിന് നിങ്ങൾക്ക് കിട്ടില്ല. ഒരിക്കലും തിരിച്ചു വരാത്തത് ഒന്നേ ഒന്ന് മാത്രം, അത് സമയമാണ്.
അതുകൊണ്ട് 2024 പടിയിറങ്ങുമ്പോ 2025 സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സഹോദരിമാര് ഏതെങ്കിലും ബീച്ചിൽ കാമുകന്റെ കൈ പിടിച്ചിട്ട് കറങ്ങി നടന്ന് കഞ്ചാവും വലിച്ച് MDM ഉപയോഗിച്ചുകൊണ്ട് ഇതെന്റെ പുതുവത്സര ആഘോഷമാണ്, പ്രസംഗിക്കുന്നവർക്ക് എന്താ, മഹല്ല് കമ്മിറ്റിക്ക് എന്താ, പള്ളിയിലെ ഖത്തീബിന് എന്താണ്, കാളിക്ക് എന്താണ്, എന്നെ കെട്ടിയവൻ എന്താണ്, കെട്ടാനിരിക്കുന്നവൻ എന്താണ്, എന്റെ വാപ്പയ്ക്ക് എന്താണ്, ഉമ്മയ്ക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ് ഇന്നത്തെ എന്റെ പ്രസംഗം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാർക്ക് ഈ ഡിസംബർ മാസം അവസാനിച്ച ജനുവരി മാസം തുടക്കം കുറിക്കുന്ന സമയത്ത് എല്ലാം ഹലാലാണ് എന്ന് ആരൊക്കെയോ ധരിപ്പിച്ച ഏതോ ഒരു സംസ്കാരത്തെ കടമെടുത്തുകൊണ്ട് അന്ന് എല്ലാം അനുവദനീയമാണ് എന്ന ഒരു ചിന്തയാണ് ചെറുപ്പക്കാർക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അർബുദമെങ്കിൽ ആ യുവതലമുറയോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തിരിച്ചു വരാത്ത വിലയുള്ള അമൂല്യമായ വിലമതിക്കാൻ കഴിയാത്ത ആ സമയത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ആ സമയം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. 9 മണിക്കെങ്കിലും തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇത് ഞാൻ കരുതി ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നത്? കാരണം വളഞ്ഞ് ഇങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് തൊട്ടടുത്ത ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ 3 മണിക്കെത്തി. പക്ഷെ ഇവിടെ എത്തിച്ചേരാൻ ഒരുപാട് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. 9 മണിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. 9:30 മണിക്ക് ഞാൻ സ്റ്റേജിലെത്തി. 9:45 ആരംഭിച്ചു. അല്ല, ഒരു 9 മണിക്ക് തുടങ്ങണമെന്ന് ഇനി എന്റെ മനസ്സ് ആഗ്രഹിച്ചാൽ 11 മണിക്ക് നിർത്തണമെന്ന് കൊതിച്ചാൽ നടക്കും. 11:30 നിർത്തണമെന്ന് ആഗ്രഹിച്ചാലും നടക്കും. ഈ നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സമ്മാനമായി അള്ളാഹു നൽകിയത്. എന്നാൽ ഈ സമയത്തിന്റെ വില തിരിച്ചറിയുന്ന 5 സമയങ്ങളുണ്ട്. 5 സമയങ്ങൾ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഉറങ്ങിക്കോളെ കേട്ടോ, മക്കൾ ഉറങ്ങിക്കോ, അതാ നല്ലത്. പോകുമ്പോ വിളിക്കും കേട്ടോ. എന്റെ പുരുഷന്മാര് സഹോദരിമാര് നന്നായിട്ട് ശ്രദ്ധിച്ചോ. 5 സമയങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, 5 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ഈ സമയത്തിന്റെ വില തിരിച്ചറിയും. എപ്പോഴാണെന്നറിയോ? ആ 5 സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ മാത്രമാണെന്ന് പറയുന്നത് നിങ്ങളോട്. 5 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ദുനിയാവിലേക്കൊന്ന് മടങ്ങിപ്പോയിരുന്നെങ്കിൽ, എന്റെ കണ്ണൂർ ജില്ലയിലെ ഈ പറയപ്പെടുന്ന പ്രദേശത്തേക്ക് ഞാനൊന്ന് പോയിരുന്നെങ്കിൽ, എനിക്ക് വീണ്ടും ഒന്ന് സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ ഉദ്ഘാടനം നാളെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മഹത്തായ മദ്രസത്തുൽ ഫാറൂഖിയയിലേക്ക് ഒരു ചെറിയ സംഭാവന കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, അവിടെ നടക്കുന്ന മതവിജ്ഞാന സദസ്സിൽ ഒന്ന് പോയിരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ആ മദ്രസയോട് ചേർന്നുള്ള നമസ്കാര പള്ളിയിൽ, ജുമഅത്ത് പള്ളിയിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ തമ്പുരാനെ എന്ന് കൊതിച്ചു പോകുന്നത് 5 സന്ദർഭങ്ങളിലാണ് ഖുർആൻ. അക്കമിട്ട് ഓരോന്ന് ശ്രദ്ധിച്ചോ. ആ 5 സമയങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇമാം ഖത്താദ റഹിമഹുല്ല പറയാണ്, ഈ 5 സമയങ്ങളിലും 1 മിനിറ്റെങ്കിലും എനിക്ക് മടങ്ങി പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓരോ മനുഷ്യരും കൊതിക്കുന്നത് അവന്റെ ഭാര്യയെ കാണാനല്ല, പെണ്ണിന് അവളുടെ ഭർത്താവിനെ കാണാനല്ല, വിധവയായി പൊട്ടിക്കരഞ്ഞ് വീട്ടിനകത്ത് വെള്ളയിൽ പുതച്ചിരിക്കുന്ന ഭാര്യയെ തനിച്ചാക്കി 6 അടി മണ്ണിലടിയിലേക്ക് ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ട ഭർത്താവ് ഒരിക്കൽ കൂടി മടങ്ങി വരണമെന്ന് മോഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് തന്റെ പ്രിയപ്പെട്ടവളെ വാരി പുണരാനല്ല, അനാഥത്വം പേറിയ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഓടി വന്ന് വാരി കോരിയെടുത്തവന്റെ ചുടുചുംബനങ്ങൾ കൊടുത്തു പൊന്നുമക്കളോട് ഒന്നുകൂടി കുശലം പറയണമെന്ന മോഹമല്ല, അവൻ ഒഴിവാക്കി വന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ കണക്കുകൾ ഒന്നുകൂടി ശരിപ്പെടുത്തി മക്കളെ ഒന്നുകൂടി പ്രാപ്തരാക്കണമെന്ന മോഹമല്ല. എന്താണ് മോഹം? ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ദുനിയാവിലേക്ക് മടങ്ങി വരണമെന്ന് സമയത്തിന്റെ വില തിരിച്ചറിയുന്ന ആ 5 സന്ദർഭങ്ങളിലും അവൻ ആഗ്രഹിക്കുന്നത് ഒരു സൽക്കർമ്മം ചെയ്തെങ്കിലെന്നാണ്. അല്ലാതെ ഒരിക്കലും അവന്റെ മറ്റു കാര്യങ്ങളൊന്നും അവൻ ആഗ്രഹിക്കില്ല. വിശദീകരണങ്ങൾ കുറച്ചിട്ട് ആ 5 സ്ഥലങ്ങൾ ഏതാണെന്ന് പറയാം. ഒന്ന് ശ്രദ്ധയോടെ കേട്ടോളി. ഉസ്താദേ, നിങ്ങൾ ക്ലാസ് ഉണ്ടോ? വനിതാ ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല.
ഈ 5 സ്ഥലങ്ങള് ഉസ്താദ് എന്തെങ്കിലും കുട്ടികളോട് ഒന്ന് എഴുതി ചോദിക്കുന്ന ഉസ്താദെ, ഇപ്പോഴൊന്നുമില്ല, ഒരു മാസം കഴിയട്ടെ. ഫാറൂഖിയ മദ്രസത്തുൽ ഫാറൂഖിയ ഉദ്ഘാടനം ചെയ്ത് 1 മാസമൊക്കെ പിന്നിടുമ്പോ മദ്രസ കുട്ടികളിലൂടെ ഉസ്താദ് ഇതിന്റെ ഒരു ചോദ്യോത്തര പദ്ധതി ഉണ്ടാക്കണം. എന്നിട്ട് മാതാക്കൾ, പിതാക്കന്മാര് വേണ്ട, മാതാക്കൾ ഉമ്മമാരിൽ നിന്ന് അതിന്റെ ഉത്തരം എഴുതണം. എന്നിട്ട് ഉസ്താദെ ഫസ്റ്റ് വാങ്ങുന്നവർക്ക് ഒരു സമ്മാനം ഞാൻ കൊടുക്കാം, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഫസ്റ്റ് പ്രൈസ് നല്ല ഒരു ഈടുറ്റ ഒരു ഗ്രന്ഥം ഇവർക്ക് കൊടുക്കാം. അതുകൊണ്ട് അത് ചെറിയ കാര്യമല്ല. നിങ്ങളെ ഞാൻ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് തരാന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഉംറയ്ക്ക് കൊണ്ടുപോകാന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ലൊരു ഗ്രന്ഥം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് വാങ്ങുന്നവർക്ക്, ഇനി എല്ലാവരും ഫസ്റ്റ് ആണെങ്കിൽ നറുക്കിട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും, എന്നിട്ട് അവർക്കൊരു സമ്മാനം കൊടുക്കണം. ഉസ്താദ് അതിന്റെ പരീക്ഷ നടത്തി 1 മാസം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നന്നായിട്ട് ഈ പറയുന്ന 5 കാര്യങ്ങളും ഒന്ന് മനസ്സിൽ കോറിയിട്ടോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. 5 സ്ഥലങ്ങളിലാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്നത്. ആ 5 സ്ഥലങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. എപ്പോഴാണ് 5 സമയമെന്നറിയോ? ഒന്നാമത്തെ സമയം പ്രിയപ്പെട്ട പെങ്ങളെ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ, കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാത്ത, മുതിർന്നവരോട് ബഹുമാനമില്ലാത്ത, ഏത് തറവാട്ടിലും കയറി ചെല്ലാൻ പെർമിഷനുള്ള, ഏത് സ്ഥലത്തും ഏത് സമയത്തും കയറി റൂഹ് പിടിക്കാൻ പെർമിഷൻ അല്ല കൊടുത്തിട്ടുള്ള, ഒരിക്കൽ പോലും ചിരിക്കാത്ത മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ. അത് ആശുപത്രിയിലാകണമെന്നില്ല, അത് ICUവിലാകണമെന്നില്ല, അത് നിന്റെ വീട്ടിൽ തന്നെ നീ സന്തോഷത്തോടെ ഭർത്താവും ഒത്തു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ നിന്റെ പറക്കമുറ്റാത്ത പൊന്നുമക്കളെ എടുത്ത് താലോലിക്കുമ്പോൾ, പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ അടുക്കൽ വരികയാണ് അസ്റായീൽ അലൈഹിസ്സലാം. വന്നുകൊണ്ട് നിന്റെ റൂഹങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ നിനക്ക് മനസ്സിലായി ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നിന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഇനി നിനക്കൊരു ജീവിതമില്ല, നിന്റെ മരണമാണ് സംഭവിക്കാൻ പോകുന്നത്. നിന്റെ വലത് കാല് ഇടത് കാലിനോട് സലാം പറയുകയാണ്, വലത് കൈ ഇടത് കൈയോട് സലാം പറയുകയാണ്. ആ സമയത്തെ ഖുർആനെ പരിചയപ്പെടുത്തുന്ന പല ഭാഗങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ റൂഹ് പിടിക്കാൻ അസ്റായീൽ വരുമ്പോ അവന് പറയുന്ന ഒരു വാക്കാണ്, സഹോദര, ഈ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്നത്. 2024 ജീവിച്ചിരുന്നിട്ട് നീ അമൽ ചെയ്തില്ല, 23-ലും 22-ലും 21-ലും 20-ലും 99-ലും നീ ജീവിച്ചിരുന്നല്ലോ. നിനക്ക് നന്നാകണമെന്ന മോഹമില്ല. ഇനി 2030 നിനക്ക് ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യണമെന്ന മോഹം വരൂല. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് എപ്പോഴെന്നറിയോ? ഈ ആരോഗ്യവും ഈ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തരുമ്പോ ഇപ്പോഴൊന്നും നിനക്ക് അമൽ ചെയ്യണമെന്ന മോഹം വരില്ല പെങ്ങളെ. എപ്പോഴാ നീ ആഗ്രഹിക്കുന്നത്? ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗത്ത്, ഇദാ മരണത്തിന്റെ മാലാഖ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നീ പറയുന്ന പടച്ചവനോട് ഖാല റബ്ബിർജിഊ, അല്ലാഹുവേ തിരിച്ചൊന്ന് വിളിക്കുമോ? അസ്റായീലിനെ ഒന്ന് മടക്കി വിളിക്കുമോ? ഖാബിദുൽ അർവാഹിനെ. എന്തിനാണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇവിടെ ഞാൻ ദുനിയാവിൽ ചെയ്യാത്ത കുറെ കർമ്മങ്ങളുണ്ട്. ഒരു വഖത്ത് ഞാൻ നമസ്കരിച്ചിട്ടില്ല അല്ലാ, എന്റെ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടില്ല, എന്റെ പള്ളിയിൽ കയറി ഞാനൊന്ന് നമസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ മദ്രസയുടെ പണി നടക്കുമ്പോ അതല്ലെങ്കിൽ അതിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടുമ്പോ 1 രൂപ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അല്ലാ. അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ച് തമ്പുരാനെ. അതുകൊണ്ട് ഇതാ നിന്നോട് ചോദിക്കുകയാ, റബ്ബിർജിഊ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ചെയ്യാത്ത ഞാൻ തിരിച്ചു ചെയ്യാതെ വന്ന അമലുകൾ ധാരാളമുണ്ട്. അത് ഞാനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്
മലക്കിനെ നീ ഒന്ന് തിരിച്ചു വിളിക്കുമോ? ആ സമയത്ത് പെങ്ങളെ മറുപടി വരികയാണ്. എന്താ മറുപടി എന്നറിയോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ്. ഇത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹ് പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മിണ്ടാതെ കിടക്കടി, മിണ്ടാതെ കിടക്കടാ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇത് എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഇത് ഫിർഔൻ പറഞ്ഞു, ഖാറൂൻ പറഞ്ഞു, ഹാമാൻ പറഞ്ഞു, നമ്രൂദ് പറഞ്ഞു, മുസോളിനി പറഞ്ഞു, ഹിറ്റ്ലർ പറഞ്ഞു, ലോകമടക്കി ഭരിച്ച ചക്രവർത്തിമാരെല്ലാവരും പറഞ്ഞു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മിണ്ടാതെ കിടക്കടാ. ഇതെല്ലാവരും പറയുന്ന വാക്ക് തന്നെയാണ്. ഞാനാണ് സർവ്വലോകത്തിന്റെയും സൃഷ്ടാവെന്ന് വാദിച്ച രാംസീസ് രണ്ടാമൻ എന്ന സാക്ഷാൽ ഫറോവ അവനും പറഞ്ഞു മരിക്കാൻ നേരത്ത്, എന്താണ് ഒന്ന് പിന്തിക്കുമോ തമ്പുരാനെ? ചെങ്കടലിന്റെ നടുഭാഗത്ത് വെള്ളത്തിൽ മുങ്ങി തൊണ്ടക്കുടിയിലേക്ക് വെള്ളമെത്തുമ്പോ സാക്ഷാൽ ഫിർഔനും വിളിച്ചു പറഞ്ഞു, പെങ്ങളെ എന്നെ ഒന്ന് പിന്തിക്കുമോ? ഞാനൊന്ന് അമൽ ചെയ്തോട്ടെ, ഞാൻ മൂസായെ കൊണ്ടൊന്ന് വിശ്വസിച്ചോട്ടെ. ആ സമയത്തും അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറഞ്ഞത്, കല്ല മിണ്ടാതെ കിടക്കടാ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇതെല്ലാവരും പറയുന്ന വാക്ക് തന്നെയാണ്, മിണ്ടാതെ കിടക്കടാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ വിലയറിയുന്നത് 2025 വരുമ്പോഴല്ല, 2026 വരുമ്പോഴല്ല. എന്തേ 2024 വന്നപ്പോ നീ അറിഞ്ഞില്ലല്ലോ? 2023 വന്നപ്പോഴും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ? ഈ അമല് ചെയ്യാൻ നിന്റെ വെമ്പൽ, അമലിനോടുള്ള നിന്റെ ആഗ്രഹം, അമല് ചെയ്യാനുള്ള നിന്റെ ആർത്തി എപ്പോഴാണെന്നറിയോ? ഒന്നാമതായിട്ട് ഇസ്രായേൽ കടന്നു വരുമ്പോഴാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഒന്നാമതായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്തിന്റെ വിലയറിയുന്നത് മരിക്കാൻ നേരത്താണ്. വല്ല ഫലമുണ്ടോ? ആ സമയത്താണ് മലക്ക് പറയുന്നത്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എടാ മിണ്ടാതെ കിടക്ക്. ഇതെല്ലാരും പറയുന്ന വാക്ക് തന്നെ, നീ പറയുന്നതല്ല. എല്ലാവരും ഈ വാക്ക് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാവും. ആ സമയത്ത് വിലയറിയും. ഇതിപ്പോ പറയുമ്പോ ഇങ്ങനെ സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശബ്ദരേഖ കേൾക്കുന്നത് പോലെ കേട്ടോണ്ടിരിക്കാനോ ഒക്കെ നമുക്ക് പറ്റുള്ളൂ. ഇത് തിരിച്ചറിയുന്നത് മരണത്തിന്റെ മാലാഖ അടുത്തെത്തുമ്പോ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ പറയും, റബ്ബിർജിഊൻ, പ്ലീസ് ഒരല്പസമയം, ഒരുപാട് വേണ്ട, എനിക്ക് വേറെ ഒന്ന് രാജ്യം ഭരിക്കാനോ രാജ്യം വെട്ടിപ്പിടിക്കാനോ ഒന്നുമല്ല. എല്ലാവരും പറയും, പ്രിയപ്പെട്ടവരെ, ലഅല്ലി അഅമലു സ്വാലിഹാ, കുറച്ച് സൽക്കർമ്മം ഞാൻ ചെയ്തോട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മിണ്ടാതെ കിടക്കി, ഇതെല്ലാവരും പറയുന്നത് തന്നെയാണ്. സമയത്തിന്റെ വില അറിയുന്ന ഒന്നാമത്തെ സമയം സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു പറയുന്നു, മരിക്കുന്ന നേരം. ഞാൻ വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിക്കാം. ഇതേ ആശയം വരുന്ന മറ്റൊരു സൂറത്ത് കൂടിയുണ്ട്, സൂറത്തുൽ മുനാഫിഖൂൻ. അതിലെന്താ പറയുന്നതെന്നറിയോ? മലക്ക് റോഗ് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അടുത്തെത്തുമ്പോഴേ അവൻ പറയുന്നത്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവേ, പടച്ചവരെ, ഒരല്പസമയം എനിക്ക് നീ സമയം തന്നാൽ, ഒരല്പസമയം കൂടി എന്റെ ആയുസ് നീ ഒന്ന് ബാക്കി തന്നാൽ, ഫഅസ്വദ്ദഖ, ഞാൻ സദഖ കൊടുക്കാം. ഇന്ന് മൊയ്ലിയാര് മൊത്തം ഇവിടെ കിടന്ന് കൂവി വിളിച്ചു, നിങ്ങൾ വല്ലതും കൊടുക്കുക വല്ലതും കൊടുക്കുക എന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കൂല. ചില നാട്ടിലൊക്കെ പൈസ ചോദിക്കുമ്പോ പള്ളിയിൽ നിന്ന് പിരിവാര് ചെല്ലുമ്പോ പറയുന്നത്, തീരെ പൈസ ഇല്ല. അർദ്ധരാത്രി മോഡി നോട്ടെല്ലാം കൂടെ പിൻവലിച്ച പിറ്റേന്ന് ബാങ്കിന്റെ മുന്നിൽ ക്യൂ ആണ്. കാരണം എന്താ? പൂഴ്ത്തി വെച്ചിരിക്കുന്ന പൈസ മാറാൻ നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ ശൈലി. നിങ്ങൾ കൊടുക്കാത്തവരാണെന്നല്ല, നിങ്ങൾ പാവപ്പെട്ട ഒരു ജനത. ഈ നിങ്ങൾ കൊടുത്തത് തന്നെയാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്, മനോഹരമായി ഹൈടെക് സംവിധാനത്തില് ഒരു നല്ല ക്ലാസ് മദ്രസ. ഈ മദ്രസയ്ക്ക് ഇനി കുറച്ച് ബാധ്യതയുണ്ട്. ഇതിന്റെ മുറ്റത്ത് മനോഹരമായി കാണാൻ നല്ല മുഞ്ചുള്ള പെണ്ണാണ്. പക്ഷെ അവളുടെ പല്ലില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? പല്ലില്ലെങ്കിൽ എന്തായിരിക്കും? കാണാൻ നല്ല മുഞ്ചനാണ്, പല്ലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
നല്ല മദ്രസ, മനോഹരമായ മദ്രസ, മുറ്റം കിടക്കുന്നത് അത്ര ശരിയല്ല എങ്കിൽ എന്താ ചെയ്യാ? ഇതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ മുറ്റം ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ മദ്രസയെ മുകളിൽ നിന്നൊന്ന് നോക്കണം. അപ്പോഴേ ഇതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക്, നിങ്ങൾ മുടക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഇതിന്റെ മുറ്റം ഇന്റർലോക്ക് ഇടണം. അതാണ് ഇവിടെ ഫൈസി പറഞ്ഞത് നിങ്ങളോട്. ഈ സന്ദർഭത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചു. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് ഇതെന്റെ വാക്കല്ല, ഖുർആനാണ്. മലക്കുൽ മൗത്ത് വരുമ്പോ നമ്മൾ പറയും, അല്ലാഹുവേ ഒരു അല്പസമയം കൂടി എനിക്ക് തരാൻ പറയണേ അല്ലാ. എന്റെ ബാങ്കിൽ കിടക്കുന്ന 1 ലക്ഷം ഞാൻ എടുത്ത് പള്ളിക്ക് കൊടുക്കട്ടെ. എന്റെ അലമാരക്കകത്തിരിക്കുന്ന 50,000 എടുത്ത് പള്ളിക്ക് കൊടുക്കട്ടെ. എന്റെ ലോക്കറിലിരിക്കുന്ന 2 പവൻ എടുത്ത് ഞാൻ മദ്രസയ്ക്ക് കൊടുക്കട്ടെ അല്ലാ. പടച്ചവരെ, എന്റെ മക്കള് പതച്ചും പുകച്ചുമാണ് കളയുന്നത്. ഇല്ല, എനിക്ക് ആഖിറമാണ് വലുത്, എനിക്ക് പരലോകമാണ് വലുത്. അതുകൊണ്ട് പടച്ചവനെ, ഞാനും അല്പം പിന്തിച്ചാൽ ഞാൻ സദഖ കൊടുത്തോളാം. വാക്കും മിനസ് സാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. തമ്പുരാനെ, എന്നെ നീ ഒന്നുകൂടി പിന്തിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ്, സമയമെത്തിക്കഴിഞ്ഞ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് മുന്തുകയോ പിന്തുകയോ ചെയ്യില്ല. അല്ലാഹു തആല മുന്തിച്ചോ പിന്തിച്ചോ പിടിക്കുകയില്ല. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും പിന്തിയാണ് വരുന്നത്. 9 മണിക്ക് തുടങ്ങാൻ വെച്ച പരിപാടി 9:45 തുടങ്ങി. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ട്രെയിൻ വരുന്ന സമയം എത്രയോ മണിക്കൂർ ലേറ്റായിട്ടാണ്, ഫ്ലൈറ്റ് വരുന്നത് ലേറ്റായിട്ടാണ്. എന്തിനേറെ, കല്യാണത്തിന്റെ കതിർ മണ്ഡപത്തിൽ പുതുമാരൻ വരുന്നതും മിനിറ്റുകളോ മണിക്കൂറുകളോ താമസിച്ചിട്ടാണ്. ഒരിക്കലും മുന്താത്ത പിന്താത്ത ഒന്നേ ഒന്ന് മാത്രമേ ലോകത്തുള്ളൂ. അതേതാണ്? അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഈൽ. അല്ലാഹു പറയുന്ന ഒരു നഫ്സിന്റെ റൂഹ് പിടിക്കുന്നത് പിന്തിക്കുകയില്ല. അവന്റെ അജലത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് അജല് വരുന്നത്? അവനവന്റെ ഉമ്മാടെ ഉദരത്തിനകത്ത് 40 ദിവസം ബീജക്കട്ടയായി, 40 ദിവസം രക്തക്കട്ടയായി, 40 ദിവസം മാംസക്കട്ടയായി, 340 പിന്നിട്ട് 4 മാസം പൂർത്തിയാകുമ്പോ അവന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച്, എന്റെ ഉമ്മാടെ വയറ്റിനകത്ത് വെച്ച് ഞാൻ എന്നാണ് മരിക്കുന്നതെന്ന് എഴുതപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ഫൈസി മരണപ്പെട്ടില്ലേ? അദ്ദേഹത്തിന്റെ വിവാഹം ഏപ്രിൽ മാസം പകുതിയിൽ നിശ്ചയിച്ചിരുന്നതാ. അദ്ദേഹം നല്ല മദഹ് പാടുന്ന സഹോദരനാ. അദ്ദേഹം പാടിയത് മുഴുവനും അഷ്റഫുൽ ഖൽഖിനെ പറ്റി വാദോരാതെ പാടിയ മനുഷ്യനാ. ഫൈസാബാദിൽ പഠിക്കുന്ന പ്രിയപ്പെട്ടവനാ. അടുത്ത മാസം സനദ് വാങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം അക്കൂട്ടത്തിൽ പാടിയത് ഖബറിനെ പറ്റിയിട്ടുള്ള പാട്ടാ, മരണത്തെ പറ്റിയിട്ടുള്ള പാട്ടാ. ആ പാട്ട് പാടുമ്പോ പ്രിയപ്പെട്ട ഫൈസി അറിഞ്ഞിരുന്നില്ല, ഏതാനും ആഴ്ചകൾക്കകം ഞാനും ഇതാ ഖബറിലേക്ക് പോകുമെന്ന്. തന്നെ കാത്ത് പുതിയ വസ്ത്രമണിഞ്ഞിരിക്കുന്ന പുതുമണവാട്ടിയുടെ ചാരപ്പ് ചെല്ലാൻ പറ്റില്ലെന്ന്, തനിക്ക് വേണ്ടി സനദിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഫൈസിയെ ബിരുദം വാങ്ങാൻ പറ്റില്ലെന്ന്, തന്റെ പ്രിയപ്പെട്ട മദ്ഹ് പറഞ്ഞ തന്റെ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ഇനി കോടിക്കണക്കിന് സലാത്തുകൾ ചെല്ലാൻ പറ്റൂല എന്ന ഖരീബുമായിരുന്നില്ല. ഇതാണ് അവസ്ഥ സഹോദര. അല്ലാഹു എഴുതിയിരിക്കുന്ന സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും നമുക്ക് പിന്തിക്കാൻ കഴിയില്ല. പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോടിലേക്ക് പോകുന്ന വഴിയിലല്ലേ കല്ലടിക്കോട് വെച്ച് പാവപ്പെട്ട 4 പ്രിയപ്പെട്ട പൊന്നുമക്കള്, 13 വയസ്സുള്ള പൊന്നുമക്കള് ഒരു സിമന്റ് ലോറിയുടെ അടിയിൽ അകപ്പെട്ട് മരിച്ചു പോയത്. ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വല്ലതും അറിഞ്ഞോ? തന്റെ പൊന്നുമോളെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കാത്തു നിന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ കൺമുമ്പിലല്ലേ ഒരു പൊന്നുമോള് ആ ലോറിയുടെ അടിയിൽ പെട്ട് മരിച്ചത്. ഇന്ന് വാർത്ത കേൾക്കുന്നു, കാസർഗോഡ് ജില്ലയിൽ 3 പൊന്നുമക്കള് പുഴയിൽ വീണു മരിച്ചിരിക്കുകയാ. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? അവന്റെ അജല് തീരുമാനിക്കുന്നത്. ആ അജല് തീരുമാനിക്കുന്നത് ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു തീരുമാനം അല്ലാഹു എടുത്തു കഴിഞ്ഞാൽ അത് എത്തുന്ന സമയം അല്ലാഹു 1 സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ലത്രേ. ആ സമയത്താണ് നമ്മൾ സമയത്തിന്റെ വില തിരിച്ചറിയുക. വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. അന്ന് ആഗ്രഹിച്ചു പോകും, പക്ഷെ കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമില്ല. ഇനി നോക്കൂ, രണ്ടാമതെപ്പോഴാ നിങ്ങൾ ഈ തർത്തീബ് മറന്നു പോകരുത്. ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്.
ഖുർആൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞാൻ ഇതിനിടയിൽ സഹോദരിമാർക്ക് ചരിത്രങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്കറിയാം നരകവും സ്വർഗവും ആയിഷ ബീവിയുടെ കല്യാണവും ഫാത്തിമ ബീവിയുടെ ഖബറും ഖദീജ ബീവിയുടെ മണിയറയും ഒക്കെ കേട്ട ഭയങ്കര സുഖമാണ് സഹോദരിമാർ. എത്ര നാൾ നമ്മൾ സുഖിക്കും? എത്ര നാൾ നമ്മൾ സുഖിക്കും? ഖബർ പറയാനും മരണം പറയാനും ഒക്കെ നല്ല രസവുമാണ്. പക്ഷേ അതിനപ്പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചില വസ്തുതകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് എണ്ണി മനസ്സിലാക്കിക്കോ. ഒന്ന്, മരിക്കാൻ നേരത്ത് അസ്രായീൽ അടുത്തെത്തുമ്പോഴാണ് സമയത്തിന്റെ വിലയറിയുക. രണ്ട്, റൂഹ് പിടിച്ച് ആ റൂഹ് പിടിച്ച മനുഷ്യന്റെ ശവശരീരം മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിൽ വെച്ച് ആ ഖബറിനകത്ത് കിടക്കുന്ന മയ്യത്ത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, മഹാനായ ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന നശീകരണായുധത്തിൽ രണ്ടാമത് ഊതുന്നതുവരെ ആ ഖബറിനകത്ത് നമ്മൾ ഉറങ്ങണം, നമ്മൾ കിടക്കണം. അവസാനം റൂഹ് ഊതി എല്ലാ ആളുകളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആരാന്നറിയോ? ആരാണ്? ഈ ലോകം മുഴുവനും നശിച്ചു, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, കടല് മുഴുവനും കത്തിച്ചു കളയും. പർവ്വതങ്ങളില്ല, പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞിക്കെട്ട് പോലെ പറന്നു നടക്കുക, അപ്പുപ്പൻ താടി പോലെ പറക്കും പർവ്വതങ്ങളൊക്കെ. ആകാശമില്ല, ഭൂമി മുഴുവനും നശിപ്പിച്ചിരിക്കുന്നു പടച്ചതമ്പുരാൻ. യാതൊരു പടപ്പുകളും ഈ പറയുന്ന പ്രപഞ്ചത്തിലില്ല. എല്ലാത്തിനെയും അല്ലാഹു നശിപ്പിച്ചു. എന്നിട്ടാണ് രണ്ടാമതൊരു ഊതലങ്ങോട്ട് ഊതുന്ന സമയം ഖബറുകളിൽ നിന്ന് ഓരോരുത്തർ എഴുന്നേറ്റ് വരാൻ തുടങ്ങും. ആരാ ആദ്യം വരുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് തൊട്ടടുത്ത് കിടക്കുന്ന സദീർത്തിന് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മൂന്നാമത് തൊട്ടടുത്ത് കിടക്കുന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നാലാമതായിട്ട് മൂന്ന് പേരും എഴുന്നേറ്റ് തൊട്ടപ്പുറത്തുള്ള ജന്നത്തുൽ ബഖീഇൽ ചെന്ന് മദീനയുടെ മഖാബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് ജന്നത്തുൽ മുഅല്ലയിലുള്ള മക്കയുടെ മഖ്ബറയിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് ഖബറിൽ നിന്ന്. അങ്ങനെ ഖബറിൽ നിന്ന് എല്ലാ ആളുകളും എഴുന്നേറ്റ് പടച്ചവന്റെ കോടതിയിലേക്ക് ഇങ്ങനെ വരാനൊരുങ്ങുന്ന സമയമുണ്ടല്ലോ. ആ സമയമാണ് സമയത്തിന്റെ വിലയറിയുന്ന രണ്ടാമത്തെ സ്ഥലം. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിലൂടെ പടച്ചവന് പറയുകയാണ്, വഅൻദിരിന്നാസ യൗമ യതീഹിമുൽ അദാബ് ഫയഖൂലുൽ ലദീന ളലമൂ റബ്ബനാ അഖ്രിജ്നാ റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉർ റസൂല. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൽ അല്ലാഹു പറയുകയാണ്, വഅൻദിരിന്നാസ യൗമ യതീഹിമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്നുള്ള ആ ഒരു സമയമെത്തുമ്പോ ജനങ്ങളോട് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയേ. ഒരു ദിവസത്തെ പറ്റി. ഏത് ദിവസമാണ്? യൗമ യതീഹിമുൽ അദാബ്, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ വരുന്ന ദിവസം. അത് ഖിയാമത്തിന്റെ ദിവസമാണ്. ആ ദിവസത്തിൽ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കൂ നബിയേ. ഫയഖൂലുൽ ലദീന ളലമൂ, ഇവിടെ ഉൽമ ചെയ്ത ആളുകളുണ്ടല്ലോ, പടച്ചവനോട് അക്രമം കാണിച്ച് നമസ്കാരം ഉപേക്ഷിച്ചവര്, അല്ലാഹുവോട് അക്രമം കാണിച്ചിട്ട് മദ്യപിച്ചവര്, അല്ലാഹുവോട് അക്രമം കാണിച്ചിട്ട് പലിശ ഭോജികള്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നവര് വിളിച്ചു പറയും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയത്തേക്ക് ഞങ്ങളെ ഒന്ന് പിന്തിക്കുമോ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നിന്റെ ഖിയാമത്തിൽ നിർത്തല്ലേ അല്ലാ, ഞങ്ങളെ കുറച്ച് നേരത്തേക്ക് നീ ഒന്ന് പിന്തിക്കുമോ. നിനക്ക് ഞങ്ങൾ ഉത്തരം തരാമല്ലോ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തരാമല്ലോ. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേട്ടില്ലേ ചെറുപ്പക്കാരാ, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ,
നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഓടിപ്പൊതച്ച് കിടക്കുമ്പോ ഇതാ പള്ളിയുടെ മുഅദ്ദിന്റെ നാവിലൂടെ പടച്ചതമ്പുരാൻ വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠത നിസ്കാരത്തിനാണെന്ന വിളി വന്നപ്പോ ആ വിളിക്കുത്തരം കൊടുക്കാൻ ചെറുപ്പക്കാരാ നീ തയ്യാറായില്ല. തലേ ദിവസവും മദ്യപിച്ച് മതോന്മത്തനായി കിടക്കയിൽ നീ കിടക്കുകയാണ്, മൂടി പുതച്ച് കിടക്കുകയാണ്. എന്റെ പെങ്ങളെ, നല്ല തണുപ്പുള്ള രാത്രിയില് മൂടി പുതച്ച് നീ കിടന്നുറങ്ങിയപ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്നുള്ള ബാങ്ക് നിനക്ക് വല്ലാത്തൊരു അസ്വാരസ്യമായിരുന്നു. ആ സമയത്ത് നിനക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല പെങ്ങളെ. എഴുന്നേറ്റ് വെള്ളമെടുത്ത് ഒളിവെടുത്ത് പരിശുദ്ധമായ മുസല്ല വിരിച്ച് 2 റക്അത്ത് സുബ്ഹി നിസ്കരിക്കാൻ നിനക്ക് മനസ്സ് വന്നില്ല. പക്ഷേ നീ ഇപ്പൊ പറയുന്നത് എന്താണ്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നീ പറയുന്നത് എന്താണ്? നുജിബ് ദഅവതക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തരാമല്ലോ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തരാമല്ലോ. കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു, പക്ഷേ പടച്ചവൻ വിളിച്ചു, വരൂ വരൂ, ഹജ്ജിന് വരൂ, ഉംറയ്ക്ക് വരൂ എന്ന് വിളിച്ചപ്പോ ഇല്ല, എനിക്ക് ഭീമമായ തുക കൊടുത്തിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. സഹോദരിമാരെ, ആ സമയത്ത് നമ്മൾ മടി കാണിച്ച് മാറി നിന്നു. പക്ഷെ പടച്ചവനോട് പറയുകയാണ്, നുജിബ് ദഅവതക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തരാമല്ല. ഏത് വിളിയാണ്? ഉംറയ്ക്ക് പോകുന്നവന്, ഹജ്ജിന് പോകുന്നവന് ഇഹ്റാം കിട്ടിയാൽ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം തന്നു വന്നിരിക്കുന്നു റബ്ബേ. എന്നെ വിളിച്ചപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ ആ വിളി വിട്ട് ഞാൻ കേട്ടു. ആ വിളിക്കിതാ ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ നിന്റെ കഅബത്ത് ശരീഫയിൽ വന്നിരിക്കുന്നു തമ്പുരാനെ. അറഫയിൽ വന്നിരിക്കുന്നു അല്ലാ, മിനയിലും മുസ്ദലിഫയിലും വന്നിരിക്കുന്നു റബ്ബേ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹജ്ജിന് പോകാതെ ഉംറ ചെയ്യാതെ മാറി നിൽക്കുമ്പോ ഭൗതികമായ ഭൗതികമായ താല്പര്യത്തിന്റെയും സാമ്പത്തിക പൂജയുടെയും പേരില്, സമ്പത്തിനോടുള്ള ഇഷ്ടത്തിന്റെ പേരില് നമ്മൾ ഹജ്ജും ഉംറയും ചെയ്യാതെ മാറി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ പറയും, നുജിബ് ദഅവതക. പടച്ചോനെ, ഞങ്ങൾ നിനക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഅബയിൽ പോണോ പോകാം, മക്കത്ത് വരണോ വരാം, നിസ്കരിക്കണോ നിസ്കരിക്കാം, പള്ളിക്ക് കൊടുക്കണോ, എന്ത് വേണോ ചെയ്യാം, എന്ത് വേണോ ഞങ്ങൾ റെഡിയാണ്. ഔറത്ത് മറയ്ക്കണോ ഞങ്ങൾ റെഡിയാ. ആടാനും പാടാനും കൂത്താടാനും ഞങ്ങൾ പോകൂല. പടച്ചവനെ, ഞങ്ങൾ ഒന്നിനുമില്ല. ഞങ്ങളിതാ നിനക്ക് ഉത്തരം തന്ന് ഞങ്ങൾ മര്യാദയോടെ പ്രവാചകന്മാര് പറയുന്നതെല്ലാം കേട്ട് ഞങ്ങൾ നിന്നോളം തമ്പുരാനെ. ആ സമയത്ത് പടച്ചവന്റെ മറുപടി എന്തെന്നറിയോ? മറക്കരുത്, 2ാമത്തെ ഘട്ടമാണ് പറയുന്നത്. സമയത്തിന്റെ വില തിരിച്ചറിയുന്ന ഖുർആൻ പറഞ്ഞ 5 ഘട്ടങ്ങളിൽ 2ാമത്തേത് അള്ളാഹുവിന്റെ പരലോകത്തേക്ക് നമ്മൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ്. ആ സമയത്ത് പടച്ചവന്റെ മറുപടി എന്താണെന്നറിയോ? അവലം തകൂനു ഖസംതും മിൻ ഖബ്ലു മാലകും മിൻ സവാൽ. സകല നിരീശ്വരവാദികളോടും അല്ലാഹു പറയുകയാണ്. പടച്ചതമ്പുരാൻ സകല നിരീശ്വരവാദികളോടും പറയും, സകല നിരീശ്വരവാദികളോടും സകല എക്സ് മുസ്ലിമിനോടും എല്ലാ അർത്ഥത്തിലും പടച്ചവന് തള്ളിപ്പറഞ്ഞ ദീനില്ല, പരിശുദ്ധമായ ഇസ്ലാമില്ല, പടച്ചവനില്ല എന്ന് പറഞ്ഞ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് കോവിഡാനന്തര ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരികളും അടങ്ങുന്ന നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട് അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ സത്യം ചെയ്തിട്ട് മാലക്കും മിൻ സവാല്, നിങ്ങൾ ദുനിയാവിന്ന് പോകൂലെന്നും ഇങ്ങനെ ഒരു ദിവസം ഇല്ലാന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ബോധ്യം വന്നോ? അള്ളാഹുവിന്റെ ആക്ഷേപത്തിന്റെ മറുപടി, അപഹാസ്യമായ മറുപടി, പടച്ചവന്റെ മനുഷ്യനെ പുച്ഛിക്കുന്ന മറുപടി. ആ മറുപടി കേൾക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന 2ാമതാകിട്ടൊരു മനുഷ്യൻ സമയത്തിന്റെ വില തിരിച്ചറിയുന്നത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചവന്റെ കോടതിയിലേക്ക് പോകുമ്പോഴാണ്.